സംഗതി ലെക്കാണ് അല്ലേ? കുറച്ച് പണിയാണ് സംഗതി ചെയ്തെടുക്കാൻ. എനിക്ക് തോന്നുന്നു നമുക്ക് വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ല. കാരണം എല്ലാവരും എങ്ങനെ ആവണമെന്നൊന്നും നമുക്ക് പറയാൻ. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിൽ നമ്മുടെ ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലക്കാർ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ലോകകപ്പിൽ ഒരു ദിവസമെങ്കിലും ഫുട്ബോളിൽ ഇന്ത്യൻ്റെ ടീമൊന്ന് ഇറങ്ങുന്നുള്ളത്. അത്തരത്തിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന തരത്തിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പ്രിയപ്പെട്ട റഹീം സന്തോഷ് ട്രോഫി വരെ എത്തിയിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വരുന്നത് നമ്മുടെ കാടാമ്പുഴയിൽ 14-ാം വാർഡിലുള്ള പ്രതിഭേട്ടൻ്റെയും നമ്മുടെ നിമിഷ ചേച്ചിൻ്റെ ഒക്കെ മകനായിട്ടുള്ള ശ്രീഹരിക്ക് ഇറ്റലിയിലെ AC മിലാൻ ക്ലബിലേക്ക് സെലക്ഷൻ കിട്ടിയ വിവരം, അതായത് 2-3 ടൂർണമെൻറ്റ് കളിക്കാനും അതുപോലെ തന്നെ ക്യാമ്പിനുള്ള വളരെ അപൂർവമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആകെ 10 പേർക്ക് മാത്രം അവസരം ലഭിക്കുന്നതിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ശ്രീഹരി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീഹരി പഠിക്കുന്നത് കാടാമ്പുഴ UP സ്കൂളിലാണ് ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവനക്ക് ഇവിടെ സെൻഡ് ഓഫ് നടക്കുന്നുണ്ട്. ആ വിശേഷങ്ങളും കൂടെ ഒന്ന് കാണാം. കാര്യം അങ്ങനെയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? ശ്രീഹരി എങ്ങോട്ടാ പോണത്? ഇറ്റലിക്ക്. എന്തിന്? എന്ത് കളി? ഫുട്ബോൾ അല്ലേ? ഞാൻ പറഞ്ഞു ഇന്നലെ കേരളത്തിലല്ല അല്ലേ, നമ്മളെ സംസ്ഥാനം രാജ്യമൊക്കെ വിട്ട് അല്ലേ ഇൻ്റർനാഷണൽ ലെവലിലാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ കളിയിൽ ജയിച്ച് ട്രോഫി ആയിട്ടായിരിക്കണം നമ്മളെ മുന്നിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ അവന് യാത്ര കൊടുക്കുകയാണ് അല്ലേ? എല്ലാവരും കൂടി ഓൾ ദ ബെസ്റ്റ് പറയൂ. ശ്രീഹരി, അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കേട്ടല്ലോ അല്ലേ? മരിഞ്ചർ നമ്മളെ GLPS പഠിച്ചിട്ടില്ല കേട്ടോ. അത് ഇപ്രാവശ്യം 5ക്ക് ഉണ്ട് മാറിയില്ലേ? എങ്ങനെയുണ്ട് ഇവിടെ എത്തിയിട്ട്? അവിടുന്ന് ഇങ്ങോട്ടുള്ള മാറ്റം? വീട്ടിൽ നിന്ന് വരാൻ സുഖത്തേക്കല്ലേ? എന്ന് തുടങ്ങിയതാ പ്രാക്ടീസ്? എന്ന് തുടങ്ങിയതാ? 1.5 കൊല്ലമായി കൃത്യമായിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ട് അല്ലേ? വീട്ടിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് എങ്ങനെ? നല്ല സപ്പോർട്ടാ? പഠിക്കണ്ട കളിച്ചാൽ മതി എന്നറിയോ? 2 വേണമെന്ന് അറിയും. ഓക്കെ. ഞാൻ വിചാരിച്ചതല്ല ഇത് കളിച്ചാൽ മതി എന്നല്ലേ? ആണല്ലേ? വീട്ടിൽ നിന്ന് സപ്പോർട്ട് വേണം. വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. കുറെ വീട് പഠിപ്പിൽ ഈ ടൈമൊക്കെ പഠിപ്പിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ക്യാമ്പൊക്കെ തിരൂരാണ്. ഇപ്പം തിരൂരിലെ ക്യാമ്പ് നമ്മൾ പോയി വരാനുള്ള റിസ്ക് ഒക്കെ നമ്മൾ നമ്മളെ അച്ഛനമ്മ സപ്പോർട്ട് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. ഇപ്പം ഇത്ര ചെറുപ്പം നമ്മൾ ഈ ക്യാമ്പ് ചെയ്യുന്ന ഒരു കോളേജ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കോളേജ് നമ്മളെ കൽപ്പഞ്ചേരി. അതൊന്നും തന്നെ എത്ര ലോങ് ഇല്ല തിരൂർ അത്ര. എന്നിട്ട് നമ്മൾ റിസ്ക് ചെയ്യുന്നത്. തിരൂർ പറയുമ്പോൾ റിസ്ക് ആണ്. എന്നിട്ട് നമ്മൾ ക്യാമ്പിൽ പ്രതിഭേട്ടൻ ഒരു ബിഗ് സല്യൂട്ട് നമ്മള് സപ്പോർട്ട് വേണം. എന്താ മോന്റെ ആഗ്രഹം? എന്താ അംബിഷൻ? എന്താ? ഫുട്ബോൾ പ്ലെയർ ആണ്. എങ്ങനെ ഫുട്ബോൾ പ്ലെയർ ഓൾറെഡി ആയല്ലോ. ഏതാ എന്റെ ഫേവറേറ്റ് ടീം? എങ്ങനെ? അപ്പൊ ക്രിസ്ത്യാനോ ആവണം എനിക്ക്. ക്രിസ്ത്യാന്റെ ആക്ഷൻ എടുക്കും. അങ്ങനെ ഇടുവോ? ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഒന്ന് കാണിച്ചു തന്നാല് ആ ഒരു ഗോൾ അടിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഒന്ന് ചെയ്തേ. ഉണ്ടാവും അവിടെ. തണുപ്പ് ഉണ്ടാകുമ്പോൾ മാക്സിമം ബ്രീത്ത് എടുത്ത് കളിക്കുക. മാക്സിമം കോൺസെൻട്രേഷൻ. എപ്പോൾ നമ്മളെ ക്യാമ്പ് നമുക്കിതൊരു ഫ്രീ ക്യാമ്പാണ്. ഇപ്പോൾ ഇറ്റലി പോയി ക്യാമ്പ് ചെയ്യാറുണ്ട്. ഇത് കേരളത്തിൽ ചുരുക്കം കുട്ടിയൊക്കെ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യത്. നമുക്കൊന്നും നല്ല ഇത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുക പറഞ്ഞാൽ അത് നല്ലൊരു അഭിമാനമാണ്. കേരളത്തിന് അഭിമാനമാണ്. ഇന്ത്യയിൽ നിന്നും കുറച്ച് പേരെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് മുന്നേറുക. എന്തായാലും ഞങ്ങൾക്കൊക്കെ അഭിമാനം എന്ന തരത്തിൽ മോൻ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. കൺഗ്രാജുലേഷൻ. എന്തായാലും
മക്കളെ എല്ലാവരും പഠിച്ചോ എന്നാണ് പറയാ അല്ലേ? അതിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കളിക്കാനും പറയുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. പഠനത്തില് പഠിക്കാൻ മോശമില്ല. എന്റെ മോന്റെ ക്ലാസ്സിലാണ് ചോദിച്ചു അത്ര മോശമൊന്നല്ല. ഞങ്ങൾ വല്ലാണ്ട് അങ്ങനെ സമ്മർദ്ദം ചെലുത്തലൊന്നുമില്ല. പിന്നെ ഓൻ അതിലോട്ടാണ് താല്പര്യം എന്നുള്ള ഒരു ഫുട്ബോളിലും ചെറുപ്പത്തിലേ ഭയങ്കര താല്പര്യമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആദ്യം ഞാനിവിടെ നമ്മളെ വോസ് അക്കാദമി കരേക്കാട് ഒരു 7 വയസ്സായപ്പോൾ അല്ലേ, 7 വയസ്സായപ്പോൾ ഞങ്ങൾ വോസ് അക്കാദമിയിൽ കൊണ്ടുപോയി ചേർത്തിരുന്നു. അവിടെ പിന്നെ കുറച്ച് കാലം പോയി. പിന്നെ അത് അവരവിടെ നിർത്തി വെച്ചു, ക്യാമ്പ് സമ്മർ ക്യാമ്പ് നിർത്തി വെച്ചു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു പേപ്പറിൽ അന്ന് ഒരു മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു AC മിലാൻ അക്കാദമി കേരളത്തിലോട്ട് എന്നുള്ളൊരു പരസ്യം നമ്മൾ TV യിൽ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനത് അന്വേഷിച്ചു. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളത് മന്ത്രി ഓഫീസ് അവിടെ വിളിച്ച് അങ്ങനെ ഉണ്ട്, നമുക്കതിന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ അവർ മലപ്പുറം ജില്ലയിൽ തിരൂരാണ് അവിടെ ക്യാമ്പ് തുടങ്ങിയിട്ട്, തിരൂരാണ് ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ക്യാമ്പിൽ അവരെ വിളിച്ചു, അവരെ ഉദ്യോഗസ്ഥരുമായി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചേർക്കാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു ഞങ്ങൾ ട്രയൽ ഉണ്ടെങ്കിൽ വന്ന് നോക്കാം, ട്രയലിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ട്രയലിൽ പങ്കെടുത്തപ്പോൾ അവനെ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ക്യാമ്പിലേക്ക് അവർ നിങ്ങൾ പോരു പറഞ്ഞു. ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഏതായാലും എനിക്കും അത് ഇഷ്ടപ്പെട്ടു. നല്ല കോച്ചിങ്, ഒരു വിദേശ എന്താ പറയുക, നമ്മുടെ യൂറോപ്യൻ സ്റ്റൈലിൽ ഒരു കോച്ചിങ്. ഇറ്റാലിയൻ കോച്ചാണ് അവരെ മെയിൻ ഹെഡ്, ആൽബർട്ടോ പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ കോച്ചാണ് ഇവിടെ തന്നെ ഉണ്ട്. മൂപ്പരാണ് ഇപ്പോൾ ഇവർ കൊണ്ടുപോകുന്നത്. അവർ ഇറ്റാലിയൻ കോച്ച്, അവർ എന്താണ് ഈ AC മിലാൻ്റെ ജൂനിയർ ക്ലബിൻ്റെ കോച്ചും കൂടിയാണ് ഈ ആൽബർട്ടോ എന്ന് പറഞ്ഞത്. അവരാണ് ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കുട്ടീനെ അവിടെ കൊണ്ടുപോയി ചേർത്തത്. ഒരു വർഷമായിട്ട് ഇപ്പോൾ AC മിലാൻ അക്കാദമിയിൽ ക്യാമ്പിലുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ അവരെന്ത് ചെയ്തു, അവരെ സ്ക്വാഡിലേക്ക് സെലക്ട് ചെയ്യും. ഇവർക്കിപ്പോൾ കേരളത്തിലുടനീളമുണ്ട്. നമ്മളെ എറണാകുളത്ത് വലുതാണ്. എറണാകുളത്ത്, കോഴിക്കോടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കോഴിക്കോട്, അതേമാതിരി കൊണ്ടോട്ടി, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇവരെ അക്കാദമി ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രധാനപ്പെട്ട കുട്ടികളുണ്ട്. 400ഓളം കുട്ടികൾ ഇവരുടെ അക്കാദമിയിലുണ്ട് നിലവിലുണ്ട്. വിവിധ സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൽ തന്നെ 400-ൽ പുറം കുട്ടികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതിലുണ്ടായിരുന്നു, ഇവർ സ്ക്വാഡിലേക്ക് എടുക്കും. സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ടൂർണമെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ടൂർണമെൻറ്റ്, ഇപ്പോൾ ഈ സമ്മറിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഗോകുൽ എഫ്സിൻ്റെ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അത് വലിയ ടൂർണമെൻറ്റാണ്. അത് ഐ ലീഗ് മാതിരിക്കുള്ള ടൂർണമെൻറ്റ്. അതിലോട് സെലക്ട് ആയിരുന്നു. അതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഓനായിരുന്നു. ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് പ്ലെയർ ഓനായിരുന്നു. Under-11 ബെസ്റ്റ് പ്ലെയർ ഓനായിരുന്നു. അത് വലിയ ടൂർണമെൻറ്റ് ആയിരുന്നു. ഇതിപ്പോൾ Under-12 ആണല്ലോ. ഇതിൽ എന്താ ശരിക്കും എന്താ നടക്കുന്നത്? ഇത് നടക്കുന്നത് എന്താ വെച്ചാൽ, ഇത് വർഷം അവരെ AC മിലാൻ അവരെ ചെറിയ ക്ലബ്ബുകൾ, അവരെ ജൂനിയർ ക്ലബ്ബുകളെ വെച്ചിട്ടുള്ള വലിയ ടൂർണമെൻറ്റാണ്, ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു ടീമിനെ സെലക്ട് ചെയ്യുക. ഇവരെ ക്യാമ്പ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവർക്ക് അതിനുള്ള അനുമതി കിട്ടി. അപ്പോൾ ഈ ടൂർണമെൻറ്റിലേക്ക്, ആ ടൂർണമെന്റിൽ പങ്കെടുക്കാനാണ് ഇവരിപ്പോൾ പോണത്. അത് ഇറ്റലിയിൽ വെച്ചിട്ട്, അത് ജർമ്മനി, എന്താണ് അതേമാതിരിക്ക് ബ്രസീൽ, അർജന്റീന, എല്ലാം ഇട്ടിക്കണം. 100-ൽ പരം ടീമുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒക്കെ എല്ലാ രാഷ്ട്രങ്ങളിലും കൂടി. നമ്മളെ ഇന്ത്യ ഈ പ്രദേശത്തൊന്നും ഏഷ്യയൊന്നും അധികം ഇല്ല. ഒക്കെ യൂറോപ്യൻ കൺട്രികളിൽ നിന്നുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട അവരെ ക്ലബും ടൂർണമെന്റുമാണ് ഉള്ളത്. അപ്പൊ 100ഓളം ക്ലബ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് കാണുന്ന രക്ഷിതാക്കളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കുട്ടികളെ ഇഷ്ടത്തിന് വിടണം എന്നാണ് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അവനെ പഠിപ്പിച്ച്, നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പഠിച്ച് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അത് ഞങ്ങൾ താല്പര്യപ്പെട്ടിട്ടുമില്ല. അവനങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ആവണം, ഇങ്ങനെ എത്ര നേരം പഠിക്കണം, നമ്മൾ അതിന് ചെയ്തിട്ടേ ഇല്ല. അവൻ്റെ ഇഷ്ടത്തിൽ പഠിക്കാറ് ഇല്ല. അത്രയും ഞാൻ പറയുന്നതനുസരിച്ചിട്ട് എൻ്റെ ഒപ്പം നിന്ന ആളാണ്. പൂർണ്ണമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്തതാണ്. അവന് ഫുട്ബോൾ കളിക്കാനുള്ള എല്ലാ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഇതിന് ചില റിസ്ക് അല്ല. അവർ അവിടേക്ക് കൊണ്ടുവരണോ ഇവിടേക്ക് കൊണ്ടുവരണോ, നമുക്ക് ഇതിന് സാമ്പത്തികമായിട്ടാണ് നമ്മൾ കൊണ്ടൊക്കെ തിരൂർ അത് പോകണം. അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടൊക്കെ നിരന്തരം കോഴിക്കോട് ടൂർണമെന്റുകൾ ഉണ്ട്. അവർ ലീഗുകളൊക്കെ വരിക കോഴിക്കോട്, എറണാകുളത്ത്, അങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ മെനക്കെട്ട് ഇവരെ പിറകെ പോകണം. അത് തിരൂർ മൂച്ചിക്കലാണ് മെനക്കെട്ട്. നമ്മൾ അവിടെ എത്തിക്കണം. ഇവിടുന്ന് 10-22 കിലോമീറ്റർ ഉണ്ട്. അത് അങ്ങോട്ട് പോയിട്ട് അവിടെ 1 മണിക്കൂർ പോലെ ക്യാമ്പ്, അവിടെ നമ്മൾ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഒരു 3 മണിക്കൂർ നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നത്. അതാണ് അവന്റെ താല്പര്യം കൊണ്ടാണ്. കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. ഇത് അവരുടെ കോച്ചുമാരെ നല്ല സപ്പോർട്ട് ചെയ്യണം. ഞാൻ അവിടെ മനസ്സിലാക്കണം, ഒരു വലിയ കഴിവില്ലാത്ത കുട്ടികളെ പോലെ നന്നായിട്ട് വാർത്തെടുക്കുന്നുണ്ട്. അവരൊരു കൊല്ലൊക്കെ അവരുടെ അടുത്ത് കൊടുക്കാൻ. സാമ്പത്തിക ചെലവ് എങ്ങനെയാണ്?
ഇപ്പൊ ഈ പോണേന് നമുക്കൊരു ചെലവില്ല. ഇതിലില്ല, ഇല്ല, ഫുള്ളി ഫ്രീ ആണ്. ഫുൾ ഫ്രീ. അവർ നമ്മളോട് പറഞ്ഞത് ടിക്കറ്റിന്റെ ഒരു ചെറിയ അംശം, അവർക്ക് ഒരു കുട്ടീനെ കൊണ്ടാണ് അവർ മൊത്തം ചെലവ് നമുക്ക് കാണിച്ചു തന്നത് 1,75,000 രൂപയാണ് അവർക്ക് വരുന്നുണ്ട് ഒരു കുട്ടീനെ കൊണ്ടുപോകാൻ. 1,70,000 രൂപ ചെലവ് വരുന്നുണ്ട്. ഇവന് ഒക്കെ സ്പോൺസർമാരാണ്, ഇവർക്കൊക്കെ സ്പോൺസർമാരെ കണ്ടെത്തി കൊണ്ടുപോകാന്നുള്ളത്. അപ്പൊ അവര് ചെലവ് മൊത്തം അപ്പൊ അവരാണ് എടുത്തുള്ളത്. നമ്മളോട് ചെറിയ തുക വേണ്ടിയിരുന്നാലും ഇപ്പൊ അതും നമ്മളോട് ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ടോക്ക് എടുത്തുകാണ്ടേ ഇവന് പോകാനുള്ളതൊരു ചാൻസ് ഉണ്ട്. അവരോട് കുറച്ച് മുന്നേ അവരോട് പറയുന്നത്, നിങ്ങൾ മോൻ്റെ വിസ എടുത്തേക്കണം, പാസ്പോർട്ട് എടുത്തേക്കണം, ചിലപ്പം ഒരു ഇറ്റലി പോക്കുണ്ടാവും. കോച്ച് ആൽബർട്ടോ നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു അവനെ കൊണ്ടുപോകണം എന്നുള്ളത്. സെലക്ട് ചെയ്തപ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ ചെറിയ ബുദ്ധിമുട്ട് സാഹചര്യം മനസ്സിലാക്കി ഞാൻ പറഞ്ഞു ഈ കുട്ടിയല്ല, ഞാൻ ഇല്ല എന്ന് പറയുന്നത്. പൈസേന്റെ ബുദ്ധിമുട്ട്, പൈസേന്റെ ചെറിയ ബുദ്ധിമുട്ട്. നമ്മളപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ അവനെ വിട്ടു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചത്. ആൽബർട്ടോന്റെ നിർബന്ധം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഈ നമ്മൾ എനിക്ക് മനസ്സിലാവണം, നമ്മൾ ഇവിടെ കളിക്കുന്ന പോലെയല്ല ഇവരെ കളി അവിടെ. സ്വാഭാവികമായിട്ടും ഇവരായിട്ട് കളിക്കുന്ന ടീമും എന്ത് ചെയ്യണ്ടേ, നല്ല ടീമുകളാണ്. അപ്പൊ നമ്മളൊരു പ്രൊഫഷണൽ കളി കാണുമായിരിക്കണം ഇവരെ കളി നമുക്ക് അവിടെ കാണുമ്പോൾ. എല്ലാവർക്കും അമ്മമാരോടൊക്കെ പറയാനുള്ളത്, കുട്ടികളെ താല്പര്യം വീട്ടിൽ വല്ലാണ്ട് പഠനം മാത്രം, അതെ അവർക്കൊരു എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യത്തിൻ്റെ ഒപ്പം കൂടി നമ്മൾ എന്ത് ചെയ്യണം. ഏറ്റവും വലിയ ബുദ്ധിമുട്ടേ സത്യത്തിൽ ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആവുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ സെലക്ഷൻ ഉള്ളൂ. ഡോക്ടർമാരാണെങ്കിലും എഞ്ചിനീയർമാരാണെങ്കിലും മറ്റുള്ളാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്, ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര വലിയ റിസ്ക്കാണ്. ഇവരെന്നെ 400 സംതിങ് കുട്ടികളെന്നാണ് ഈ 10 ആളുകൾ സെലക്ട് ചെയ്തത്. ശ്രീഹരിന്റെ മാതാപിതാക്കളാണ് മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ് നിമിഷ പ്രദീപ്. അതുപോലെ തന്നെ നമ്മൾ പ്രദീപായിട്ട് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ സാന്നിധ്യമാണ്. എന്തായാലും നമുക്കൊക്കെ മാതൃകയാകുന്ന തരത്തിൽ മക്കളെ പഠനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും പ്രതിഭേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക. ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം മക്കളെങ്ങനെ ഇത്തരത്തിൽ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും മോൻക്ക് എല്ലാവിധ നന്മകളും നേരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. എന്തായാലും താങ്ക് യു, സമയം ചെലവഴിച്ചതിന് എന്തായാലും നന്ദി. താങ്ക് യു. ശരിയാ ഷറല്ലേ?